ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും കുട്ടനാടുകാരൻ്റെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് ഫാമിലിയായിട്ട് നമ്മളൊരു ചൂണ്ടയിടൽ പരിപാടിക്ക് വന്നതാണ്. നമുക്ക് നേരം നോക്കാം. ഇങ്ങനെ പൊങ്ങ് ചൂണ്ടയൊക്കെ ഇട്ട് മീൻ പിടിക്കാനുള്ളൊരു പരിപാടിയായിട്ട് വന്നേക്കുവാണ്. അന്നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഞങ്ങളിങ്ങനെ ചൂണ്ടയിടാൻ ആളാണ് ചാക്കുമൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നത്. നല്ല രസമാണ്. ഇവിടെ അത്യാവശ്യം നല്ലപോലെ മീൻ കിട്ടുന്ന, പക്ഷേ കുഞ്ഞു മീനുകളെല്ലാം ചെറിയ കല്ലേമുട്ടി, കാരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. നമുക്കന്നേരം വലിയ ഒരു കണ്ടമാണ്. ഇതുവഴി വാ, ഇങ്ങോട്ട് വാ. അത് നമുക്കടുത്ത വീഡിയോയിൽ കാണാവേ. ഓക്കെ. ആ ആദ്യത്തെ മീനെ പിടിച്ചു. എത്ര നാളിന് ശേഷം മീൻ ചൂണ്ടായിട്ട് പിടിക്കുന്നല്ലേ? കല്ലേമുട്ടി, ആദ്യത്തെ കല്ലേമുട്ടി കിട്ടി. അവിടെ നിന്നോണം. പപ്പ മേനെ കൊണ്ട് മീൻ പിടിപ്പിക്കാം കേട്ടോ. ആ, പിടിപ്പിക്കാം. ആ, പിടിക്കാം. ഇതാണ് ഞങ്ങളുടെ കണ്ടം. വളഞ്ഞു കിടക്കുവാണ്. ഇപ്പോൾ ഒരു 10-15 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ കൊയ്ത്ത് തുടങ്ങേണ്ട കണ്ടവാ. അതിൻ്റെ മോട്ടർ തറയാണ് ഈ കാണുന്നത്. ഇതുവഴി വരുന്ന ഈ വെള്ളമെല്ലാം പറ്റി ലാസ്റ്റ് മീനുകളല്ല ഒത്തിരി പേര് പിടിച്ചോണ്ട് പോയതാ. ലാസ്റ്റ് വന്നേക്കുന്ന മീനല്ല ഇവിടെയാണ് വന്ന് കിടക്കുന്നത്. വലിയൊരു കാര്യമൊക്കെ ആദ്യം വലിയ മീനെ പിടിച്ചു, പക്ഷെ വീഡിയോയ്ക്ക് അത് കിട്ടിയില്ല. വീഡിയോ ഓൺ ആക്കണ്ടായിരുന്നു. പിടിക്ക് പൊക്കടി. അയ്യോ, ഫസ്റ്റ് മീൻ തന്നെ കുട്ടിയുടെ. മാറ്. ആ ഫസ്റ്റ് മീന് കുഞ്ഞു കാര്യാണേ. ചൂണ്ടയിടാനൊന്നും അറിയത്തില്ല, ചുമ്മാ പറഞ്ഞു പിടിപ്പിക്കുന്നതാ. ഇവിടെ അതുപോലെ മീനുണ്ട്. കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഒരാളപ്പുറത്ത് കുറേ നേരമായിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ആകെ ഒരു കല്ലേമുട്ടിയാണ് കിട്ടിയത്. ചൂണ്ടയിടിയിൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേണ്ട ഓടെ ഓയ് വേണ്ട അവിടെ നിൽക്കേ. നിങ്ങൾ വലിയ കാര്യം വേണ്ട. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും കിട്ടുന്നത്. ഓണ്ടേ അടുത്ത കാര്യം. നിക്ക് ഞാൻ എടുത്തോളാം. ഞാൻ എടുത്തോളാം. ആ, അടുത്തൊരു കാര്യമൊക്കെ ഇട്ടിട്ടുണ്ട്. നോക്കട്ടെ, എവിടെയോ പോയിട്ടുണ്ട് ഇത്. ആ, അതേ കിടക്കുന്നു. കുഞ്ഞു കാര്യം കേട്ടോ. പുളുന്ത് സാധനമാണ്. ഉണ്ട്, പുളുന്ത് സാധനമാണ്. കൊത്ത് കിട്ടിയാൽ നല്ല സുഖമായിരിക്കും അതിന്. ഒരു കരട്ടിയെ പോലും കളയത്തില്ലെന്നുള്ള വാശിയിലാണ് ചൂണ്ടയിടുന്നത് ഇവിടെ. അതിൻ്റെ അകത്തേട് കാര്യം എവിടെ വീണ്? അയ്യോ കാര്യം പിടിച്ച. ആ, ഇങ്ങനെയുള്ള കാര്യ ആരും ഒന്നും വിചാരിക്കല്ലേ. ഇപ്പോഴത്തെ സൈസൊക്കെ ഇവിടെ ഇത് കിട്ടുന്നത്. ഇനി ആകത്തിന്റെ കൊടുക്കണം. എന്നാ അന്നക്കുട്ടി ഒരു മീനെ പിടിച്ചിട്ട് ആകത്തിന്റെ തരാൻ കേട്ടോ. അത് മതിയല്ലോ, എന്തേലും ആട്ടെ. വന്നേന് ഒന്നുമില്ലാതെ ഇതെന്നെ കുത്തിക്കൊല്ലുവാണ് അതിനായിട്ട്. നല്ല കാര്യമാണ് കിട്ടുന്നത്. ഞങ്ങളുടെ വീഡിയോ എല്ലാം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. നമ്മളെക്കാട്ടി കൂടുതൽ ഒരു പ്രാവശ്യം കൂടെ കൊടുക്കണം. പേടിയെടുക്കാനില്ലേ? ഞങ്ങളുടെ ഫുൾ അടിയാ ചൂണ്ടയിടാൻ. അവിടെ നിൽക്കാം. 2 പേർക്ക് തരാം. അവിടെ നിൽക്കും. 2 പേരും കൊണ്ട്
അവിടെ നിൽക്കി, ഇതിനെ ഒന്ന് ഊരട്ട് അവിടെ നിൽക്കേ. വഴക്കുണ്ടാക്കല്ലേ, വഴക്കുണ്ടാക്കി ഇനി ആദത്തിന് ഇപ്പം തരാം. ചൂണ്ടതരാം. ഏറ്റവും വലിയ കാര്യം കാനിയെന്ന് ഏറ്റവും കൂടുതൽ മീൻ പിടിച്ചേക്കും കേട്ടോ. ജാസ്തി തന്നെ നോക്കാം എത്ര എണ്ണം കിട്ടിയത്. അതെനിക്കൊന്ന് ഉടക്കാൻ തോന്നുന്നു കേട്ടോ. പിടിച്ചോ, പിടിക്കടി പിടിക്കടി. അത് കുഴപ്പമില്ലടി. മുട്ട മീനെ അത് പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് മാറി എന്നെ കുട്ടി അവൻ്റെ കൂടെ നിന്നേരി. അങ്ങോട്ട് വിളിക്കണം, എൻ്റെ മോണ്ടക്ക് പോവാം. പിടിച്ചോ 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 പിടിച്ചോ. വലിയ അരി, വലിയ അരി. കേട്ടോ, ചെറിയ പുളുന്തകാരെ പിടിച്ച് 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 വലിയ അരി. ചാക്കിലിട്ടു. ആദാം, ചൂണ്ട എവിടെ വെച്ചേ? സാധനം മാറിയോണ്ട് കിട്ടി അല്ലേ? അത് പോയാൽ എന്ത് പറഞ്ഞു പോയ അത്രേ ഉള്ളൂ. സൈഡ് ചേർത്തിട്ട്, കണ്ടിനോട് ചേർത്തിട്ട് എന്നാലും കാര്യം കിട്ടും. നരുന്ത് നമുക്ക് ഈ ചെറുത് മാത്രമേ ഉള്ളൂ. എന്നാലും കുഴപ്പമൊന്നുമില്ല, സ്റ്റോർ ചെയ്യാൻ പറ്റുന്നല്ലോ. മാറ്റി വെക്കാം. രണ്ടുപേരും കൂടെ നമ്മള് കൊണ്ടുവന്ന പാലിക്കുപ്പിയാ. പിടിച്ചോ ചേച്ചി, പിടിച്ചോ പിടിച്ചോ. ഞാൻ ഓർത്ത് കളഞ്ഞത് ഇപ്പം. നമുക്ക് പിടിക്കാം, പേടിയില്ല. മറ്റേ സംഭവം എന്റെ കർത്താവോ. അത് കട്ട് ചെയ്തേ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ രണ്ടുപേരും. ഒളിച്ചോ ഒളിച്ചോ. അതൊന്നും പറയാൻ പറ്റത്തില്ല മോനെ. അനീഷനാണ് തീറ്റ പോയതൊന്നും ഇടാൻ സമ്മതിക്കത്തില്ല. നമ്മളെ പഴയ സ്ഥാനത്ത് അതെ അതെ, അവിടെ നിന്നെന്തിനാ ഓടിയവന്റെ? ഞങ്ങള് വന്നോണ്ട് കുറച്ച് മീനാണ് ചെയ്യുന്നത് അല്ലേ? ഇതിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളം കൂടുതലായി, കാരണം മോട്ടർ അടിച്ചാലേ വെള്ളം പറ്റത്തില്ല, എന്നാലും മീൻ കിട്ടത്തുള്ളൂ ശരിക്കും. വേണ്ട, വീണ്ടും വരുന്നുണ്ടോ അവനെ? ഈ മീനിന്റെ മണം കേട്ടോണ്ടായിരിക്കും ഇത് വരുന്നത്. ഓടുന്നത് വേണ്ട, ചൂണ്ടൊക്കെ പിടിക്കും. മതി, വെക്കും. പോകത്തില്ല കേട്ടോ, ആൾക്കാരോട് ഭയങ്കര സ്നേഹമാണ്. അവിടെ നിക്കുക. പിടിക്കുക, അന്നേരം റിലീസ് ആകും അല്ലേ? അത് പിടിച്ചത് ശരിയായില്ല അല്ലേ? അതുകൊണ്ടാ. പക്ഷെ ജസ്റ്റ് കിട്ടിയോന്ന് അറിയത്തില്ല, എന്നാലും അപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. പുളുന്താ
ഉള്ള കാര്യപിടുത്തം. ആർക്കേലും കാരി പിടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വന്നോണം. കുഞ്ഞൻകാരിയാ, എന്നാലും വന്ന് കുഴപ്പമൊന്നുമില്ല. നല്ല ആംബിയൻസ് ഉണ്ട് ഇവിടുത്തെ. നല്ല ഫുള്ള് പാടവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതെ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഏതൊരു മുറിവുണ്ടെന്ന് വെച്ചാൽ വലയുന്ന എന്താ ഊരിപ്പോയ കാര്യമാണ്. 5-8 മിനിറ്റ് ഇടാൻ പറ്റുമോടാ? അയ്യോ അത് പിടിച്ചു കിടക്കുമായിരുന്നു, ഞാൻ കണ്ടില്ല. പിടിച്ചു ചേച്ചി. ആ മോനെ, അതെ അതെ. ആ ഞാൻ ഓർത്ത് ചേച്ചി അത് കളഞ്ഞെന്ന്. എന്തായാലും നല്ലൊരു കല്ലേമുട്ടിയാണ്. അങ്ങോട്ടുണ്ട്. ആ നൈസ് വട്ടമുണ്ട് ഇപ്പൊ. കല്ലേമുട്ടി കുഴപ്പമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാര്യം കിട്ടിയേക്കുന്നു. ഇത് കണ്ടോ ചൂണ്ട കയറി ഇറങ്ങിയേക്കുന്ന കാണിക്കാവേ. കണ്ടോ ചൂണ്ട കയറിയേക്കുന്നുണ്ട്. വായിക്കോട് ഇറങ്ങി കയറിയിട്ട് തിരിച്ചിറങ്ങി. പിന്നെ എടുക്കുന്നത്. ഓ ചേച്ചി വീശിയൊക്കെ എറിഞ്ഞ്. ഹെലികോപ്റ്റർ ഷോട്ട് ആയിരുന്നില്ലേ? ഇതിനെ നമ്മൾ വിടാനായിട്ട് നോക്കട്ടെ. തലയിൽ കൂടെ കയറിയേക്കാം, അത് വിട്ടിട്ട് കാര്യമില്ല, ചത്തുപോകും. ഈ തലയിൽ കൂടെ കയറിയതിനെ വിട്ടാലും അത് ചത്തുപോകത്തേ ഉള്ളൂ. പിന്നെ നമുക്ക് അത് ശരിയല്ലേ? നീ ഇവിടെ അവിടെ നിൽക്കും, അവിടെ നിൽക്കും. വേണ്ട ചേച്ചിയുടെ ഫ്രണ്ട്. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ മീൻപിടുത്തം എല്ലാം കഴിഞ്ഞു. ഉദ്ദേശിച്ച അത്ര മീനൊന്നും കിട്ടിയില്ല. കിട്ടിയില്ല. ഇവിടെ ഇതിൻ്റെ അകത്തിൽ മോട്ടർ അടിക്കുമ്പോൾ വെള്ളം വെച്ചിട്ട് പറ്റുമ്പോഴാണ് കൂടുതൽ മീൻ കിട്ടുന്നത്. അന്നേരം നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഞങ്ങൾക്ക് കിട്ടിയ മീനാണ്. പിന്നെന്തോ പേടിക്കാനാ? ഇതിൻ്റെ അകത്ത് ഒരു കുറച്ച് മീനും കൂടെ കിടപ്പുണ്ട്. ഇന്ന് കിട്ടിയ മീനായത് അത്യാവശ്യം കുഴപ്പമില്ല. നല്ല രീതിയിലൊന്ന് വറക്കാൻ ഉള്ള മീനുണ്ടല്ലോ. ഒരു മീൻ പീര വെക്കാം അല്ലേ? അടുത്ത വീഡിയോ കാണുന്നവരെ നമുക്ക് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നതിനും വരെ നന്ദി, നമസ്കാരം.